ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നക്ഷത്രങ്ങളുടെ ചില പ്രത്യേകതകളെ സംബന്ധിച്ച് പറയാം. മിക്കവർക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, ഒരു നക്ഷത്രത്തിൽ പിറന്ന എല്ലാവർക്കും ഒരേ സ്വഭാവ വിശേഷങ്ങളും ശരീരപ്രകൃതിയുമാണോ? അല്ലല്ലോ. അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നത്. 1000 അശ്വതി നക്ഷത്രക്കാരെ എടുത്താൽ അവർ 1000 പേരും 1000 സ്വഭാവ രീതികളും ശരീരപ്രകൃതിയും ഉള്ളവരായിരിക്കും. ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് എന്നറിയിച്ചുകൊണ്ട് നിരവധി അന്വേഷണങ്ങൾ വരുന്നു. അതിന് മറുപടിയായി ഇന്ന് അശ്വതി നക്ഷത്രം മുതൽ മേൽ പറഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ് തുടങ്ങുകയാണ്. ജ്യോതിഷ വിഷയങ്ങളോട് താല്പര്യവും വിശ്വാസവും ഉള്ള ഏതൊരാളെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഒരു വ്യക്തിയുടെ ജനനമുണ്ടാകുമ്പോൾ ആ സമയം രാത്രിയാണോ, പകലാണോ, പ്രഭാതത്തിലാണോ, ഉച്ചയ്ക്കാണോ, സന്ധ്യയിലാണോ, അർദ്ധരാത്രിയിലാണോ എന്ന് തുടങ്ങി 100,000 വ്യത്യസ്തങ്ങളായ സമയങ്ങളിലാണ് ജനനങ്ങൾ ഉണ്ടാകുന്നത്. ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ പോലും ജനനമുണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് വളരെ വലിയ വ്യത്യാസങ്ങളാണ്. ഈ സമയങ്ങൾക്കെല്ലാം ജ്യോതിഷത്തിൽ ഓരോ സമയനാഥന്മാരും മറ്റും ഉണ്ട്. ഇതിനു വേണ്ടി ആശ്രയിക്കുന്നത് പ്രധാനമായും ആഴ്ച, നക്ഷത്രം, തിഥി, നിത്യയോഗം, കരണം എന്ന് തുടങ്ങിയ പഞ്ചാംഗ ഫലങ്ങളും ജനന സമയത്തെ സൂര്യാഭിമുഖ രാശിയായ ലഗ്നരാശിയുടെ ഫലങ്ങളും നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹങ്ങളുടെയും കൃത്യമായ സഞ്ചാരപഥങ്ങളും കാലചക്രത്തിലെ അവയുടെ ഗതിയുടെ സൂക്ഷ്മാംശങ്ങളും ഒക്കെയാണ് ഓരോ ജാതകർക്കും ഇത്തരം വ്യത്യസ്തതകൾ സമ്മാനിക്കുന്നത് എന്നതാണ് പരമാർത്ഥം. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്ന് തുടങ്ങിയ എല്ലാ ഗ്രഹങ്ങൾക്കും നിശ്ചിതമായ സമയങ്ങൾ എല്ലാ മണിക്കൂറുകളിലും ആചാര്യന്മാർ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് തിങ്കളാഴ്ച രാവിലെ ഉദയം മുതൽ 1 മണിക്കൂർ സമയം ചന്ദ്രന് സ്വാധീനമുള്ള സമയമാണ്. അതിനുശേഷം 1 മണിക്കൂർ സമയം ശനിക്ക് സ്വാധീനമുള്ള സമയമാണ്. ശേഷം 1 മണിക്കൂർ വ്യാഴത്തിന് സ്വാധീനമുള്ള സമയം. ഇങ്ങനെ ഓരോ മണിക്കൂറിലും വ്യത്യസ്തരായ ഗ്രഹങ്ങൾ സ്വാധീനം ചെലുത്തുന്നതിനാൽ ഓരോ നിമിഷവും വ്യത്യസ്തമായി മാറുന്നു എന്നതാണ് ഇത്. ദിവസം എന്ന ആഴ്ചയുടെ കാര്യമാണെങ്കിൽ നക്ഷത്രത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഒരു നക്ഷത്രമുള്ളത് ശരാശരി 60 നാഴിക അഥവാ 24 മണിക്കൂർ സമയമാണ്. ഒരു ദിവസമാണ് ഒരു നക്ഷത്രത്തിന് ഉള്ളത്. ഇതിനെ തന്നെ 15 നാഴിക അഥവാ 6 മണിക്കൂർ വീതമുള്ള 4 പാദങ്ങളായും തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഓരോ പാദഫലങ്ങളും തികച്ചും വ്യത്യാസപ്പെട്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തിഥിഫലങ്ങളും നിത്യയോഗ ഫലങ്ങളും കാരണഫലങ്ങളുമെല്ലാം ഓരോ നിമിഷവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാന കാര്യം. അതുകൊണ്ടാണ് ഓരോ ദിവസത്തെ ഫലങ്ങളും അതിൽ തന്നെ ഓരോ നിമിഷത്തെ ഫലങ്ങളും വ്യത്യസ്തമായിരിക്കുന്നത്. അത് എങ്ങനെയെന്ന് വിശദമാക്കുന്നതിനായി ഈ വീഡിയോയിൽ പാദഫലങ്ങൾ വ്യത്യാസപ്പെടുന്നത് എങ്ങനെ എന്ന് നോക്കാം. ഒരു നക്ഷത്രത്തിന് നക്ഷത്രനാഥൻ, രാശിനാഥൻ, അംശകനാഥൻ എന്നിങ്ങനെ 3 നാഥന്മാർ ഉണ്ട്. ആദ്യമായി ഈ വീഡിയോയിൽ നക്ഷത്രനാഥന്മാരെ പരിചയപ്പെടുത്താം. അശ്വതി, മകം, മൂലം എന്നീ നക്ഷത്രങ്ങൾക്ക് നക്ഷത്രനാഥൻ കേതു ആണ്. ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രങ്ങളുടെ നക്ഷത്രനാഥൻ ശുക്രൻ ആണ്. കാർത്തിക,
ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളുടെ നക്ഷത്രനാഥൻ ആദിത്യൻ അഥവാ സൂര്യൻ ആണ്. രോഹിണി, അത്തം, തിരുവോണം എന്നീ നക്ഷത്രങ്ങളുടെ നാഥൻ ചന്ദ്രനാണ്. മകയിരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രങ്ങളുടെ നാഥൻ ചൊവ്വ അഥവാ കുജൻ ആണ്. തിരുവാതിര, ചോതി, ചതയം എന്നീ നക്ഷത്രങ്ങളുടെ നാഥൻ രാഹു ആണ്. പുണർദം, വിശാഖം, പോരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളുടെ നാഥൻ വ്യാഴവും പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളുടെ നാഥൻ ശനിയും ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്രങ്ങളുടെ നാഥൻ ബുധനും ആണ്. ഇങ്ങനെ 27 നക്ഷത്രങ്ങളെയും നവഗ്രഹങ്ങളിൽ ഓരോരുത്തർക്കായി വീതം വെച്ച് നൽകിയപ്പോൾ ഒരു ഗ്രഹത്തിന് മേൽ പറഞ്ഞ പ്രകാരം 3 നക്ഷത്രങ്ങളുടെ ആധിപത്യം കൈവരികയും ആ നക്ഷത്രങ്ങളിൽ ആ ഗ്രഹത്തിന് പൂർണ്ണമായ സ്വാധീനവും അതുവഴി ആ നക്ഷത്രങ്ങൾക്ക് ആ ഗ്രഹത്തിൻ്റെ സ്വഭാവ ഗുണവിശേഷങ്ങളും കൈവരിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളുടെ സ്വാധീന ഫലമായാണ് ഒരു വ്യക്തിയിൽ അയാളുടെ സ്വഭാവ വിശേഷങ്ങളും പെരുമാറ്റ രീതികളും ഉണ്ടാകുന്നത്. ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കിയത് ഓരോ നാളുകാർക്കും ഓരോ നക്ഷത്രനാഥന്മാർ ഉണ്ടെന്നും അവർ ആരൊക്കെയാണ് എന്നതുമാണ്. ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാ സേവനങ്ങൾക്കും 9652328294 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.